ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ വക്കിലാണോ എന്ന ഭീതിതമായ ചോദ്യത്തിന് അടിവരയിട്ടുകൊണ്ടാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള പുതിയ വാർത്തകൾ പുറത്തുവരുന്നത്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന ഓരോ നീക്കത്തിനും അപ്രതീക്ഷിതവും അതിശക്തവുമായ തിരിച്ചടി നൽകിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് യുദ്ധകളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കേവലം ഒരു പ്രസ്താവനയിലോ നയതന്ത്ര പിന്തുണയിലോ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അമേരിക്കയുടെ ലോക പോലീസ് ചമയലിന് അന്ത്യം കുറിക്കാൻ ഉറച്ചുള്ള റഷ്യയുടെ കൃത്യമായ പടപ്പുറപ്പാടാണ്. ഇറാന്റെ പരമാധികാരത്തിന്മേൽ കൈവച്ചാൽ തങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് പുടിൻ ആവർത്തിച്ചു വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ഏറ്റവും നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ മോസ്കോയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ 4 പ്രമുഖ അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ പുടിൻ നേരിട്ട് ഫോണിൽ വിളിച്ചു സംസാരിച്ചു എന്ന വാർത്ത പുറത്തുവരുമ്പോൾ അത് വൈറ്റ് ഹൌസിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ അധിനിവേശ തന്ത്രങ്ങൾക്കെതിരെ ഒരു വിശാല സഖ്യം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സംഭാഷണങ്ങളുടെ കാതൽ. ഇത്രയും കാലം അമേരിക്കയുടെ തണലിൽ നിന്നിരുന്ന അറബ് ലോകത്തെ രാജ്യങ്ങൾ പോലും ഇപ്പോൾ റഷ്യയുടെ പക്ഷത്തേക്ക് ചായുന്നത് ലോക രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്. ഇറാനെ ഒതുക്കി തീർത്താൽ തങ്ങളുടെ അടുത്ത ലക്ഷ്യം ക്യൂബയായിരിക്കുമെന്ന് അമേരിക്ക പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോകത്തെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാമെന്ന വാഷിംഗ്ടണിന്റെ ധിക്കാരത്തിനുള്ള മറുപടിയാണ് റഷ്യ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മധ്യേഷ്യയിൽ തങ്ങളുടെ അധിനിവേശം ഉറപ്പിക്കാൻ ഇറാനെ പ്രകോപിപ്പിച്ച് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് അമേരിക്കയുടെ തന്ത്രമെന്ന് റഷ്യ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഈ ചാണക്യതന്ത്രം റഷ്യയും ഇറാനും മുൻകൂട്ടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ യുദ്ധ സാഹചര്യത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നാണ്. അമേരിക്ക ഇറാനെതിരെ സൈനിക നീക്കം നടത്തിയാൽ ഇറാൻ ആവശ്യമായ അത്യാധുനിക ആണവായുധങ്ങൾ തങ്ങൾ കൈമാറുമെന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുന്നും പിന്നും നോക്കാതെ ലക്ഷ്യം മാത്രം മുന്നിൽ വെക്കുന്ന ഉത്തര കൊറിയയുടെ ഈ നിലപാട് ആഗോള സുരക്ഷയെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ്. ആണവായുധം കൈവശമുണ്ടായിരുന്നെങ്കിൽ ഉത്തര കൊറിയയെ തൊടാൻ ഭയപ്പെടുന്നത് പോലെ അമേരിക്ക ഇറാനെയും ഭയപ്പെടുമായിരുന്നുവെന്ന് ഇറാൻ ഭരണകൂടം വിശ്വസിക്കുന്നു. ആ വിടവ് നികത്താൻ റഷ്യയും ഉത്തര കൊറിയയും സന്നദ്ധത പ്രകടിപ്പിച്ചത് പെന്റഗണിന്റെ ഉറക്കം കെടുത്തുന്ന വാർത്തയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് വേണ്ടി ഇറാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് കോപ്പുകൂട്ടുന്നുണ്ടെങ്കിലും വൈറ്റ് ഹൌസിൽ വലിയ ആശങ്കകളാണ് നിലനിൽക്കുന്നത്. ഇറാനുമായി ഒരു നേരിട്ടുള്ള കരയുദ്ധത്തിന് സ്വന്തം സൈന്യത്തെ അയച്ചാൽ അവർ ശവമഞ്ചങ്ങളിൽ മടങ്ങിയെത്തുന്നത് കാണേണ്ടി വരുമെന്ന് ട്രംപിന് നന്നായി അറിയാം. ഇത് അമേരിക്കയ്ക്കുള്ളിൽ വലിയ ആഭ്യന്തര കലാപത്തിനും വൻ ജനരോക്ഷത്തിനും കാരണമാകുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം സൈനികരെ സുരക്ഷിതരാക്കി കുർദ് പോരാളികളെ മുൻനിർത്തി ഇറാനെതിരെ പോരാടാനാണ് ഇപ്പോൾ ട്രംപ് പദ്ധതിയിടുന്നത്. മറ്റുള്ളവരെ കരുവാക്കി തങ്ങളുടെ ലക്ഷ്യം നേടുക എന്ന അമേരിക്കയുടെ പഴയ തന്ത്രം തന്നെയാണ് ഇവിടെയും പുറത്തെടുക്കുന്നത്. എന്നാൽ യുദ്ധം കേവലം ഇറാനും ഇസ്രായേലും തമ്മിലുള്ളതല്ല എന്ന് ലോകം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. റഷ്യയ്ക്കൊപ്പം ചൈനയും ഉത്തര കൊറിയയും അണിനിരക്കുന്നതോടെ ഇതൊരു വൻ ശക്തി സഖ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി മാറുകയാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് ചുറ്റും റഷ്യൻ നിരീക്ഷണവും സൈനിക വിന്യാസവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഏതു നിമിഷവും ഒരു വൻ പൊട്ടിത്തെറി ഉണ്ടാകാമെന്ന ഭീതിയിൽ തന്നെയാണ് ലോകം. സമുദ്രപാതകളിലെ എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആഗോള വിപണിയെ തന്നെ തകിടം മറിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം അമേരിക്ക ഇറാന്റെ മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ പശ്ചിമേഷ്യയെ അസ്ഥിരപ്പെടുത്തുന്നത് അമേരിക്കയുടെ സൈന്യ സാന്നിധ്യമാണെന്ന് റഷ്യ ആവർത്തിക്കുന്നു. അറബ് രാജ്യങ്ങൾ കൂടി റഷ്യയുമായി കൈകോർക്കുന്നതോടെ അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്കും വലിയ തിരിച്ചടിയായേക്കും. ഇറാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന സത്യം അമേരിക്ക ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ലോക പോലീസിനെ മുട്ടുകുത്തിക്കാൻ റഷ്യയും സഖ്യകക്ഷികളും ചേർന്നൊരുക്കുന്ന ഈ പടയൊരുക്കം വിജയിച്ചാൽ അത് ലോകത്തിന്റെ തന്നെ ഭൂപടം മാറ്റിവരയ്ക്കുന്ന ഒന്നായി മാറും. പശ്ചിമേഷ്യയിൽ നിന്നും അമേരിക്കയുടെ പൂർണ്ണമായ പിന്മാറ്റത്തിന് ഇത് വഴിവെച്ചേക്കാം. ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ അമേരിക്ക ഒരു വലിയ സൈനിക ദുരന്തത്തിലേക്കാണോ നീങ്ങുന്നതെന്ന ചോദ്യമാണ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. ഈ മഹാസഖ്യത്തെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? വരും ദിവസങ്ങളിൽ യുദ്ധകളത്തിൽ ഈ വൻ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരമായ ഒരു അധ്യായമായി മാറുമെന്നതിൽ തർക്കമില്ല. ലോകം ഇപ്പോൾ ശ്വാസമടക്കി പിടിച്ച് ആ നീക്കങ്ങൾക്കായി കാത്തിരിക്കുകയാണ്.